നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 19/9/2025 വെള്ളിയാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും തേങ്ങാവില, ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട്. ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലാണ്. നമുക്ക് ആദ്യം ഇന്നത്തെ തേങ്ങയുടെ അവസ്ഥ എന്തുവെന്ന് നോക്കാം. വീണ്ടും കയറി തേങ്ങാവില. ചാഞ്ചാടി വെളിച്ചെണ്ണ. ഇടവേളയ്ക്ക് ശേഷം തേങ്ങാവില വീണ്ടും കൂടുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ 45 രൂപ മുതൽ 48 രൂപയായിരുന്നു തേങ്ങാവില. കഴിഞ്ഞ മാസം 90 രൂപയിലെത്തിയ ശേഷം താഴേക്ക് വന്നെങ്കിലും ഇപ്പോൾ തിരിച്ചു കയറിയിരിക്കുകയാണ്. ഓണക്കാലത്ത് 75 രൂപ മുതൽ 80 രൂപയായിരുന്നു. ഇപ്പോൾ മൊത്തവില 80 രൂപയും ചില്ലറ വിൽപ്പന 85 രൂപ മുതൽ 87 രൂപയുമാണ്. തേങ്ങാവില ഉയരുന്നത് നാളികേര കർഷകർക്ക് ആശ്വാസമാണ്. പൊതിക്കാത്ത തേങ്ങ 30 മുതൽ 35 രൂപയ്ക്കും പൊതിച്ച തേങ്ങ കിലോയ്ക്ക് 60 രൂപയ്ക്കും അവർക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. തേങ്ങാവില കൂടുന്തോറും വെളിച്ചെണ്ണ വില 10 രൂപ മുതൽ 20 രൂപയോളം കൂടാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. തേങ്ങയുടെ വില അല്പം കുറഞ്ഞപ്പോഴും വെളിച്ചെണ്ണ വിലയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. 390 രൂപ മുതൽ 420 രൂപ വരെയാണ് ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിപണി വില. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 260 രൂപ മുതൽ 270 രൂപയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക്. നവരാത്രി, ദീപാവലി ആഘോഷങ്ങൾക്കായി വടക്കേ ഇന്ത്യയിലേക്ക് കൊപ്ര കാര്യമായി സംഭരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം. വെളിച്ചെണ്ണ വില പോയ പോക്ക് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 1 കിലോ വെളിച്ചെണ്ണയുടെ വില 270 രൂപ മുതൽ 280 രൂപയായിരുന്നു. അത് നവംബർ ആയപ്പോഴത്തേക്ക് 280 മുതൽ 290 രൂപയായിട്ട് ഉയർന്നു. പിന്നെ ഡിസംബർ ആയപ്പോഴത്തേക്ക് 280 മുതൽ 270 രൂപ ആ നിരക്കിലായിരുന്നു. ജനുവരിയിൽ വീണ്ടും 270 രൂപ മുതൽ 280 രൂപ ആ നിരക്കിലായിരുന്നു. ഫെബ്രുവരിയിൽ 270 രൂപ മുതൽ 290 രൂപയായിരുന്നു വില. മാർച്ച് ആയപ്പോഴത്തേക്ക് 290 രൂപ മുതൽ 300 രൂപയിലേക്ക് ഉയർന്നു. ഏപ്രിൽ മാസം 300 മുതൽ 320 രൂപയായിരുന്നു വില. മെയ് മാസത്തിൽ 350 രൂപ മുതൽ 380 രൂപയായിട്ട് കുതിച്ചു കയറി. ജൂൺ മാസം 380 രൂപ മുതൽ 400 രൂപയായിട്ട് ഉയർന്നു. ജൂലൈയിൽ 420 രൂപ മുതൽ 440 രൂപയായിട്ടാണ് പിന്നീട് ഉയർന്നത്. ഓഗസ്റ്റിൽ അത് 410 രൂപ മുതൽ 430 രൂപയായി. സെപ്റ്റംബറിൽ 390 രൂപ മുതൽ 400 രൂപയായി. ഇനി നമുക്ക് തേങ്ങാവിലയിലെ വർധനവ് എങ്ങനെയാണെന്ന് നോക്കാം. ഡിസംബർ ജനുവരി മാസത്തിൽ 45 രൂപ മുതൽ 60 രൂപയായിരുന്നു തേങ്ങാവില. പിന്നെ അത് ജനുവരി ഫെബ്രുവരി മാസമായപ്പോഴത്തേക്ക് 60 രൂപ മുതൽ 65 രൂപയായി. മാർച്ച് ഏപ്രിൽ മാസത്തിൽ 70 രൂപ മുതൽ 80 രൂപയായി ഉയർന്നു. മെയ് ജൂൺ മാസത്തിലെ വിലയെന്ന് പറയുന്നത് 77 രൂപ മുതൽ 85 രൂപയായി. ജൂൺ ജൂലൈ മാസത്തിൽ അത് 80 മുതൽ 85 രൂപയിലോട്ട് കുതിച്ചു കയറി. ഓഗസ്റ്റിൽ അത് 85 രൂപ മുതൽ 90 രൂപയായിട്ട് ഉയർന്നു. സെപ്റ്റംബറിൽ 80 രൂപ മുതൽ 85 രൂപയിലോട്ട് താഴ്ന്നു. കർഷകർക്ക് ആശ്വാസം. തേങ്ങയുടെ വില മെച്ചപ്പെടുന്നത് കർഷകർക്ക് ആശ്വാസമാണ്. പച്ചത്തേങ്ങ പൊതിക്കാതെ 35 രൂപയോളം കിട്ടുന്നുണ്ട്. കിലോയ്ക്ക് 60 രൂപയോളം നേരിട്ട് കൊടുക്കുമ്പോൾ കിട്ടും. ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും തേങ്ങാ വില നോക്കാം. തൃശ്ശൂർ 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 65 രൂപ. കണ്ണൂർ 1 കിലോ തേങ്ങയുടെ വില 65 രൂപ. ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില 67 രൂപ. തളിപ്പറമ്പിലെ വില നോക്കിക്കഴിഞ്ഞാൽ അവിടെ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. 65 രൂപയിൽ നിന്നും 71 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. 6 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പയ്യന്നൂർ 1 കിലോ തേങ്ങയുടെ വില 71 രൂപ. ആലക്കോട് 70 രൂപ. കരുവഞ്ചാൽ 72 രൂപ. കുടിയാൻമല 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 70 രൂപ. കാസർഗോഡ് 65 രൂപ മുതൽ 73 രൂപ വരെയും. വെള്ളരിക്കുണ്ട് 71 രൂപ. പാലക്കാട് 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 70 രൂപ മുതൽ 72 രൂപ വരെയും. നെടുമങ്ങാട് വിലയിൽ മാറ്റമില്ല, 80 രൂപ. തേങ്ങ 1000-ന് 23,000 രൂപ. കോഴിക്കോട് 1 കിലോ തേങ്ങയുടെ വില 73 രൂപ. തലശ്ശേരി 68 രൂപ. കൽപ്പറ്റ 75 രൂപ. മലപ്പുറം 72 രൂപ. ആലപ്പുഴ 70 രൂപ. വയനാട് 1 കിലോ തേങ്ങയ്ക്ക് 76 രൂപ. തിരുവനന്തപുരം 78 രൂപ. കൊല്ലം 76 രൂപ. ഇടുക്കി 76 രൂപ. എറണാകുളം 77 രൂപ. കോട്ടയം 76 രൂപ. പത്തനംതിട്ട 76 രൂപ. കൊട്ടാരക്കര 80 രൂപ. പുനലൂർ 80 രൂപ. പുത്തൂർ 78 രൂപ. കരുനാഗപ്പള്ളി 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 77 രൂപ. ഏറ്റുമാനൂർ 74 രൂപ. ഇടുക്കി 77 രൂപ. വടകര 68 രൂപ. കുണ്ടറ 75 രൂപ. അടൂർ 75 രൂപ. റാന്നി 75 രൂപ. കാഞ്ഞിരപ്പള്ളി 1 കിലോ തേങ്ങയുടെ വില 75 രൂപ.
ആയൂർ 78 രൂപ, ചടയമംഗലം 78 രൂപ, നിലമേൽ 1 കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില 78 രൂപ. ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാ വില. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.